യേശുവിനെ എന്തിനു വിളിക്കണം? നിന്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി വിളിക്കും. ഇങ്ങനെ പ്രാർത്ഥിക്കൂ, ഇങ്ങനെ നിന്റെ കാര്യം നടക്കും. ഇത് ചെയ്യൂ, നിന്റെ കാര്യം ഇങ്ങനെ നടക്കും. നീ ഈ പ്രാർത്ഥന 10 ദിവസം ചൊല്ലൂ, നിന്റെ കാര്യം ഇങ്ങനെ നടക്കും. ഇങ്ങനെ വന്ന് നമ്മുടെ കൺവെൻഷൻ പന്തലുകളും നമ്മുടെ ആത്മീയ വേദികളും ഇങ്ങനെ കച്ചവട സ്ഥലങ്ങളായിട്ട് മാറി. പറഞ്ഞേ ഹല്ലേലൂയ. അനേക ആളുകളുടെ അകത്ത് ഒരു ബോധ്യം കിടക്കുന്നു, യേശു വന്നത് ജോലി തരാനും വീട് തരാനും മക്കളെ തരാനും കാനഡ കൊണ്ടുപോകാനും PR തരാനുമാണ് യേശു വന്നതെന്ന് ആളുകൾ വിചാരിച്ചു വെച്ചിരിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് നടക്കത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്, ഇത് നടക്കും. പക്ഷെ ഇത് നടത്താനല്ല ഈശോ വന്നത്. നമ്മൾ യേശുവിനോടുകൂടെ മാമോദീസായില് മരിക്കുകയും അടക്കപ്പെടുകയും പുതിയ ജീവനായി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തത് നമ്മൾ അവനോടുകൂടെ ഒരു പുതിയ ജീവൻ ജീവിക്കേണ്ടതിനാണ്, ഒരു പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ്. ആ പുതിയ ജീവിതത്തെയാണ് ബൈബിൾ വിളിക്കുന്നത് നിത്യജീവൻ എന്ന്. ഈ നിത്യജീവൻ തരാനാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത്. അനേകം മനുഷ്യർക്ക് ഇപ്പോൾ വചനപ്രഘോഷണങ്ങൾ പെരുകുകയും കരിസ്മാറ്റിക് കൺവെൻഷനുകൾ അനേക ഇടങ്ങളിൽ വർദ്ധിക്കുകയും ചെയ്ത ഈ കാലത്ത് മനുഷ്യന്റെ അകത്ത് അനേകം ബോധ്യങ്ങൾ രൂപപ്പെട്ട കൂട്ടത്തിൽ കുറെ തെറ്റായ ബോധ്യങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ രൂപപ്പെട്ട തെറ്റായ ബോധ്യങ്ങളിൽ ഒന്നാണ് ഈ ലോകത്തിൽ വേണ്ട അനുഗ്രഹങ്ങളെല്ലാം തരാനാണ് യേശു വന്നതെന്നാണ് പല കൺവെൻഷൻ വേദികളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം.